US puppets. 2024 ധനകാര്യ ബില്ലിന് അംഗീകാരം നൽകാൻ പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്തതിനെ തുടർന്ന് കെനിയയിൽ വൻ പ്രതിഷേധം. ഫിനാൻസ് ബിൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ ഒട്ടും വൈകാതെ അക്രമാസക്തവുമായി. പ്രതിഷേധങ്ങൾ കെനിയയുടെ ഗെയിം ചേഞ്ചർ ആവുകയാണോ? പ്രതിഷേധങ്ങൾ #റിജക്ട് ഫിനാൻസ് ബിൽ 2024 എന്ന ജെൻസി ആവശ്യത്തിലേക്ക് നയിക്കുമോ? എന്തുകൊണ്ടാണ് റൂട്ടോ പുതിയ നികുതികൾ നിർദ്ദേശിക്കുന്നത്? മെയ് മാസത്തിൽ കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ അവതരിപ്പിച്ച ധനകാര്യ ബിൽ 2024 ആണ് പ്രതിഷേധങ്ങളുടെ ഒക്കെ തുടക്കം. 2.5% മോട്ടോർ വെഹിക്കിൾ സർക്കുലേഷൻ ടാക്സ്, ബ്രെഡിന് 16% മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ്, എണ്ണയ്ക്ക് എക്സൈസ് ടാക്സ്, ക്യാൻസർ ചികിത്സകൾക്ക് നികുതി, ഇന്റർനെറ്റ് ഡേറ്റ, ഇന്ധനം, ബാങ്ക് ട്രാൻസ്ഫേഴ്സ്, സാനിറ്ററി പാഡ്, ഡയപ്പറുകൾ എന്നിവയുൾപ്പെടെ പാവപ്പെട്ടവർക്ക് ഇതിനോടകം തന്നെ താങ്ങാനാകാത്ത നിരവധി ദൈനംദിന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അധിക നികുതി. ഇവയൊക്കെയാണ് ബില്ലിലെ ചില വിവാദ വ്യവസ്ഥകൾ. ആഭ്യന്തര വരുമാനത്തിൽ $2.7 ബില്യൺ അധികമായി സമാഹരിക്കുന്നതിനുള്ള കെനിയൻ സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നിർദ്ദേശങ്ങൾ. ദേശീയ കടത്തിന്റെ പലിശ അടയ്ക്കുന്നതിനും ബജറ്റ് കമ്മി കുറയ്ക്കുന്നതിനും സർക്കാരിന്റെ പ്രവർത്തനം നിലനിർത്തുന്നതിനും മാറ്റങ്ങൾ അനിവാര്യമാണെന്നാണ് സർക്കാർ പക്ഷം. കെനിയയുടെ പബ്ലിക് ഡെറ്റ് GDPയുടെ 68%. ഇത് വേൾഡ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ശുപാർശ ചെയ്യുന്നത് GDPയുടെ 55% വരെയാണ്. വിവാദമായ ബില്ലിൽ സമ്പന്നർക്കും സാധാരണ പൗരന്മാർക്കും മേൽ ഒരുപോലെ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന വ്യവസ്ഥകൾ അടങ്ങിയിരുന്നു. അങ്ങനെ രാജ്യത്ത് ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനിടെ നികുതി കൂടി ഉയർത്താനുള്ള സർക്കാർ തീരുമാനം കടുത്ത പ്രതിഷേധത്തിന് വഴിയൊരുക്കി. രാജ്യത്തുടനീളമുള്ള കനത്ത എതിർപ്പ് നിലനിൽക്കെയാണ് നികുതി വർദ്ധിപ്പിക്കാനുള്ള വിവാദ ധനബില്ലിന് പാർലമെന്റ് അനുമതി നൽകിയത്. ബില്ല് പാസാക്കി പാർലമെന്റ് പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെ കെനിയ തലസ്ഥാനമായ നെയ്റോബിയിൽ ഗവർണറുടെ ഓഫീസിനും പാർലമെന്റ് മന്ദിരത്തിനും പ്രതിഷേധക്കാർ തീയിട്ടു. പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചതോടെ പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലേറ് നടത്തി. തുടർന്നുണ്ടായ പോലീസ് വെടിവയ്പിൽ 10 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഒപ്പം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന കെനിയയിൽ ഈ പ്രതിഷേധത്തിന് പിന്തുണ കൂടുകയാണ് എന്ന വസ്തുത ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. നികുതി വർധനയ്ക്കെതിരെ 7 ഡേയ്സ് ഓഫ് റേജ് എന്ന ബാനറിന് കീഴിലാണ് രാജ്യവ്യാപകമായ പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധം ശക്തിപ്പെടുന്നതോടെ രാജ്യം സമ്പൂർണ്ണ സ്തംഭനത്തിലേക്കാണ് നീങ്ങുന്നത്. അതേസമയം കെനിയയിലെ നിലവിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കെനിയയിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റ്. രാജ്യത്തുള്ള എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമില്ലാതെയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുമാണ് അധികൃതരുടെ നിർദ്ദേശം. സാഹചര്യങ്ങളിൽ അയവ് വരുന്നതുവരെ അക്രമവും പ്രതിഷേധങ്ങളും ബാധിച്ച ഇടങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഒരു കാലത്ത് വില്യം റൂട്ടോയെ പിന്തുണച്ചിരുന്നവർ ഇപ്പോൾ പ്രതിഷേധിക്കുകയും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. എന്തായാലും തലസ്ഥാനമായ നെയ്റോബിയെ പിടിച്ചുകുലുക്കിയ പ്രതിഷേധത്തെ തുടർന്ന് കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ നിർദ്ദേശിച്ച ചില പുതിയ നികുതികൾ പിൻവലിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ഈ നീക്കം പ്രതിഷേധങ്ങൾക്ക് അവസാനമിടുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. ഈ പ്രതിഷേധക്കാർ ആരും നികുതിക്കെതിരല്ല, മറിച്ച് ഈ അധിക നികുതി എന്താണെന്നും എന്തിനാണെന്നും ഒപ്പം ഇത് അഴിമതി വിരുദ്ധം ആണെന്നുമുള്ള ഉറപ്പും മറ്റുമാണ് ഈ ജനതയ്ക്ക് വേണ്ടതെന്ന് തീർച്ച.